ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീനിങ്സിലേക്ക് നമുക്ക് പോവാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പം അത് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ 5 ഓഫ് പെൻറ്റക്കിൾ ആണ് കിട്ടിയിട്ടുള്ളത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറുടെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. ഫിനാൻഷ്യലായിട്ട് ലോസ് വന്നിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂവിനെയാണ് കാണിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുണ്ട്, ഹെൽത്ത് ഇഷ്യൂസിനെയാണ് കാണിക്കുന്നത്. എന്നാൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തളർന്നിരിക്കേണ്ട ഒരു വ്യക്തിയല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകാനായിട്ടുള്ള ആ ഒരു ജീവിത സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു കരുതൽ യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് നടത്തി തരുന്നുണ്ട്. നിങ്ങൾ തോറ്റു കൊടുക്കേണ്ട ഒരു വ്യക്തിയല്ലെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ചെറിയ രീതിയിലുള്ള ഫിനാൻഷ്യൽ ലോസ് അല്ലേ, ആ ഒരു ഇഷ്യൂ അല്ലേ, അതൊക്കെ നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം എന്നാൽ നിങ്ങൾക്ക് മുന്നിൽ കിടക്കുന്നത് വലിയൊരു പുരോഗതിയാണ്. ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാകും, നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടുകയാണ്. നിങ്ങളുടെ ജീവിത ലക്ഷ്യം മുന്നേറാനായിട്ട്, നിങ്ങളുടെ ഫ്യൂച്ചർ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോരാടാണ്. എന്നാൽ നിങ്ങൾക്ക് മുന്നിലുള്ള ആ സാധ്യതയെ നിങ്ങൾ നോക്കിക്കാണണമെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും, 5 പെൻറ്റക്കിളാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. ഒരു ഡോറിനെയാണ് കാണിക്കുന്നത്. ഒരു സാധ്യത എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മുന്നിലൊരു ഡോറുണ്ട്, ഒരു വാതിലുണ്ട്. ആ ഒരു വാതിലിനെ നിങ്ങളോട് കാണാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ സാധ്യതയെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളോട് മുന്നേറാനാണ് പറയുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് ദുഃഖവും ദുരിതവും സന്തോഷമൊക്കെ നിറഞ്ഞതാണ്. എന്നാൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നോ ആ വഴികളിലൂടെ നമുക്ക് പോകാനായിട്ട് സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്, അല്ലേ? നിങ്ങളുടെ ജന്മ ഉദ്ദേശം നല്ലതാണെങ്കിൽ, യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളോട് ആ ഡോർ ഓപ്പൺ ചെയ്യാനാണ് പറയുന്നത്. ആ സാധ്യതയെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളോട് പോരാടാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ടെമ്പറൻസ് ആണ്. നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളോട് ക്ഷമയോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളോട് ക്ഷമയോട് കൂടിയിട്ട് നിങ്ങളുടെ കാര്യങ്ങളെ നോക്കിക്കാണാനാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ കൈകളിലാണ് നിങ്ങൾക്കുള്ള ആ ഒരു പവർ എന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ഉദ്ദേശം, ആ ലക്ഷ്യം നേടാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ചെറിയ രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. നിങ്ങൾ ഒരുപാട് വറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ചിന്തിച്ചു കൂട്ടേണ്ട ആവശ്യകതയൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെന്ന വ്യക്തി എന്ന് പറയുന്നത് യൂണിവേഴ്സിന്റെ ഒരു ഭാഗമാണ്. നിങ്ങളോട് നിങ്ങളിലുള്ള എനർജിയെ ബ്ലെൻഡ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിലാണ് നിങ്ങളുടെ കഴിവിരിക്കുന്നത്. അതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ആ എനർജിയെ മനസ്സിലാക്കിക്കൊണ്ട്, നിങ്ങളുടെ ജന്മ ഉദ്ദേശത്തെ മനസ്സിലാക്കിക്കൊണ്ട്, സമാധാനത്തോട് കൂടിയിട്ട്, ക്ഷമയോട് കൂടിയിട്ട് നിങ്ങളോട് നിങ്ങളുടെ എനർജിയെ ബ്ലെൻഡ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളോട് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ കൊണ്ടുവരാനായിട്ട് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളെന്ന വ്യക്തി വളരെ കഴിവുള്ളൊരു വ്യക്തിയാണ്. നിങ്ങൾ ജന്മ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ ബെറ്റർ ലൈഫാണ്, ബെറ്റർ ഫ്യൂച്ചറാണ്. ആരുടെ മുന്നിലും തോറ്റു കൊടുക്കേണ്ട ഒരു വ്യക്തി അല്ല ഞാൻ എന്നുള്ള ഉറച്ച ബോധമാണ്. ആ ഒരു ജീവിത ലക്ഷ്യം, നിങ്ങളുടെ ജന്മ ഉദ്ദേശം, ആ ഒരു പർപ്പസ് നിങ്ങളുടെ മനസ്സിൽ ഉള്ളിടത്തോളം കാലം നിങ്ങളെ ആരെ കൊണ്ടും തോൽപ്പിക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും, നിങ്ങളുടെ കൂടെ ഒരു ഏഞ്ചൽ ഉണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് നിങ്ങളിലേക്ക് ആ ഒരു എനർജി കയറി വരും. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് എന്താണ്? എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എവിടെ എത്തിയിട്ടില്ല, ഞാൻ എൻ്റെ ലൈഫിന്റെ മിഡിൽ പാത്തിലൂടെയാണ് പോകുന്നത്, അല്ലേ? അതല്ലേ നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നേ? യെസ്, അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് എവിടെ എത്തിയിട്ടില്ല, നിങ്ങൾ മിഡിൽ പാത്തിലൂടെ തന്നെയാണ് പോകുന്നത്. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത ഉദ്ദേശത്തിലേക്ക് എത്തണമെങ്കിൽ ക്ഷമ അത്യാവശ്യമാണ്. ക്ഷമയോട് കൂടിയുള്ള ചിന്ത അത്യാവശ്യമാണ്. എങ്ങനെ ചെയ്യണമെന്നുള്ള ആ ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ ആവശ്യം. അതിന് നിങ്ങൾ ധൃതി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളെ ബ്ലെസ് ചെയ്യും. നിങ്ങളുടെ ചിന്ത പോസിറ്റീവായിട്ട് എടുക്കുക. നിങ്ങൾ കരുതുന്നുണ്ടാവും നിങ്ങൾക്ക് മാത്രമാണ് എപ്പോഴും വിഷമം യൂണിവേഴ്സ് തരുന്നതെന്ന്. അങ്ങനെയല്ല, നിങ്ങളെ യൂണിവേഴ്സ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് നാശത്തിനല്ല യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു പ്ലേസിൽ, ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് സ്റ്റക്ക് എനർജി തന്നിട്ടുണ്ടാവുക.
അത് നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് യൂണിവേഴ്സിന് മനസ്സിലാക്കിക്കൊണ്ടാണ് യൂണിവേഴ്സ് അവിടെ ഒരു ബ്ലോക്ക് വരുത്തിയിട്ടുണ്ടാവുക. നിങ്ങൾക്കുള്ളത് അതിനേക്കാൾ മികച്ചതാണെന്നുള്ള ഒരു കാര്യം യൂണിവേഴ്സ് നിങ്ങൾ മനസ്സിലാക്കി തരാനാണ് നിങ്ങൾക്ക് അവിടെ ഒരു ബ്ലോക്കേജ് വരുത്തിയിട്ടുള്ളത്. നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ എനർജിയെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി കാണുവാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് വാൻസ് കാർഡാണ്. നിങ്ങളുടെ എനർജിയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ, നിങ്ങളുടെ പാഷനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഡിറ്റർമിനേഷനോട് കൂടിയിട്ട്, കോൺഫിഡൻസോട് കൂടിയിട്ട് നിങ്ങളോട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി കാണാനാണ് പറയുന്നത്. നിങ്ങളുടെ ബോൾഡ്നെസ്സിനെയാണ് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ നോക്കൂ. ആർക്കെങ്കിലും നിങ്ങളെ കൊണ്ടൊരു സഹായം ആവശ്യമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തയ്യാറാകൂ എന്ന് പറയാണ്. നിങ്ങളെന്ന വ്യക്തിയുടെ പവറിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ജന്മ ഉദ്ദേശം നേടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആർക്കെങ്കിലും നമ്മളെ കൊണ്ട് ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുതരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നമ്മൾ ആർക്കെങ്കിലും ഒരു ആവശ്യഘട്ടത്തിൽ അവർ പ്രതീക്ഷിക്കാതെ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അവർ എന്തുകൊണ്ട് നമുക്ക് വേണ്ടി പ്രെയർ ചെയ്യും. അവരുടെ ഒരു വിഷമഘട്ടത്തിൽ നമ്മൾ അവരെ സഹായിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു ഏഞ്ചൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. വ്യക്തികൾ എന്നല്ല പറയുന്നത്, നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഒരു സഹായം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ സമയത്ത് യൂണിവേഴ്സ് തന്നെ അവിടെ ഒരു വ്യക്തിയെ നിയോഗിക്കും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് വളരെ ബോൾഡായിട്ട് ബിഹേവ് ചെയ്യുക, വളരെ ബോൾഡായിട്ട് ചിന്തിക്കുക, കോൺഫിഡൻസ് ആയിട്ട് ചിന്തിക്കുക. നിങ്ങളുടെ ജന്മ ഉദ്ദേശത്തേക്ക്, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നോക്കി കാണാനാണ് പറയുന്നത്. അത് സമാധാനമായിട്ട് നോക്കി കാണാനാണ് പറയുന്നത്. നിങ്ങൾക്കുള്ള വഴി യൂണിവേഴ്സ് കാണിച്ചു തരുമെന്നാണ് പറയുന്നത്. ഇന്നെന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ എത്ര പേർക്ക് വിഷമം അനുഭവപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നടക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ആ വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ഈ കാര്യം പറയുന്നത്. നിങ്ങൾ എന്ന വ്യക്തി തോറ്റു കൊടുക്കേണ്ട വ്യക്തിയല്ല. നിങ്ങൾക്ക് മുന്നിലുള്ള വഴിയും നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിക്കാനാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ദ സ്റ്റാർ ആണ്. നിങ്ങളുടെ പേഴ്സൺ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. സ്റ്റാർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളും അവരും തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് എന്തായി പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന, വെയിറ്റ് ചെയ്യുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജന്മ ഉദ്ദേശത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ ബെറ്റർ ഫ്യൂച്ചറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ മടങ്ങി വരവിനെയാണ് കാണിക്കുന്നത്. വിഷസ് ഗ്രാൻഡഡ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹം സഫലമാകാൻ പോകുന്നു. യൂണിവേഴ്സ് അത് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവരെന്ന വ്യക്തി ഇപ്പോൾ നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളും അവരും ഇപ്പോൾ റൈറ്റ് പാത്തിലാണെന്ന് യൂണിവേഴ്സ് പറയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു കാലയളവ് എന്ന് പറയുന്നത് നിങ്ങളെ തന്നെ മനസ്സിലാക്കുവാനും നിങ്ങൾ ഹീലാവാനുമുള്ള കാലയളവാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ അവരെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ അവരെ മാത്രമാണ് സ്നേഹിച്ചിരുന്നത്. നിങ്ങളെ നോക്കിക്കണ്ടിരുന്നില്ല, നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ നോക്കിക്കണ്ടിരുന്നില്ല. ആവശ്യമുള്ള ആൾക്കാരെ, നിങ്ങളെ ആവശ്യമുള്ള വ്യക്തികളെ നിങ്ങൾ കണ്ടിരുന്നില്ല. നിങ്ങൾ ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയായിരുന്നു. ആ ഒരു കാര്യം തിരിച്ചറിയാനാണ് യൂണിവേഴ്സ് ഈ ഒരു സമയം തന്നതെന്ന് കരുതുക. നിങ്ങൾക്ക് ചുറ്റും നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടേതായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ മിസ് ചെയ്തിരുന്നു. നിങ്ങൾ അവരെ ഒന്നും ശ്രദ്ധിക്കാതെയാണ് ഈ പേഴ്സണിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്നത്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട്, മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട്, നിങ്ങളുള്ള വേദനകളെ, നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ ഹീലാക്കിക്കൊണ്ട് എന്നു മുതൽ നിങ്ങൾ യൂണിവേഴ്സിന്റെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ടോ അവിടെ നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ ആയ നിമിഷം മുതൽ ഈ ഒരു നിമിഷം വരെ നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ വന്നിട്ടുള്ളത്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ വന്നിട്ടുള്ളത്? ഞാൻ പറയുന്നു, നിങ്ങളെന്ന വ്യക്തിക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങളെന്ന വ്യക്തി യൂണിവേഴ്സിനെ അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പഴയതുപോലെയല്ല, ഒത്തിരി മാറ്റം വന്ന നിങ്ങളെ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ആ ഒരു മാറ്റം തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനും കാരണം. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ അവർ ചേസ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്കായിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നിങ്ങളുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് അവരും പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളെ കാണുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. അവരും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു മിറാക്കിൾ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളോട് ഒരു കാര്യവും പറയാതെ ആയിരിക്കണം മൂവ് ഓൺ ചെയ്തു പോയത്. ചിലവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവണം. എങ്കിലും
ഇനി അവർക്കൊരു മടങ്ങിപ്പോക്കില്ല എന്നവർ ചിന്തിക്കുകയാണ്. നിങ്ങൾ എന്ന വ്യക്തിയിൽ ഒത്തിരി അവർ അഡിക്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ഓർമ്മകളിൽ അവർ അഡിക്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എന്ന വ്യക്തിയാണ് അവർക്ക് ഒരു ലൈഫ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് പെന്റക്കിൾ ആണ്. നിങ്ങളുടെ ഹാർഡ് വർക്കിനെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ എന്ന വ്യക്തിയുടെ ഡിറ്റർമിനേഷനോട് കൂടിയുള്ള ആ ഒരു പ്രയത്നത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ എന്ന വ്യക്തി ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണുന്ന യൂണിവേഴ്സ് പറയുകയാണ്. അവിടെ നിങ്ങൾക്ക് വരാൻ പോകുന്നതും മെറ്റീരിയൽ ആയിട്ടുള്ള സെക്യൂരിറ്റിയാണ് കാണിക്കുന്നത്, അബണ്ടൻ ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത്, ബെറ്റർ ഫ്യൂച്ചർ എന്ന് പറയുന്നത് യൂണിവേഴ്സിൽ നിങ്ങൾ സറണ്ടർ ചെയ്തിരിക്കുകയാണ്. ഏതെങ്കിലും രീതിയിൽ ഒരു സ്റ്റക്ക് എനർജി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ റിയലൈസ് ചെയ്യുന്നുണ്ട്. ഒരു എളുപ്പമായിട്ടുള്ള പാത നമ്മൾക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തും അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ യൂണിവേഴ്സിനെ വിളിക്കേണ്ട കാര്യമില്ല, വിശ്വസിക്കേണ്ട കാര്യമില്ല അല്ലെ. അപ്പോൾ ചെറിയ രീതിയിലുള്ള ബ്ലോക്കേജ് വന്നാൽ, ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ വന്നാലാണ് നമ്മൾ യൂണിവേഴ്സിനെ അറിഞ്ഞു വിളിക്കുകയുള്ളൂ. നമ്മുടെ ജീവിത ലക്ഷ്യം വളരെ സ്മൂത്ത് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദൈവത്തിന്റെ ആവശ്യമില്ലല്ലോ അല്ലെ. അപ്പൊ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള സ്റ്റക്ക് എനർജി വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടേ? പോസിറ്റീവായിട്ട് തിങ്കിങ്ങോട് കൂടിയിട്ട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. ആ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. നിങ്ങൾ ഇപ്പോൾ അന്വേഷിക്കുന്നതും നിങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അബണ്ടന് വേണ്ടിയാണ്, പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്, ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടാണെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ആ ഒരു പുരോഗതിയാണ് കാണിക്കുന്നത്. ഇവിടെ കപ്സ് എന്ന് പറയുമ്പോൾ ഇമോഷനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നുന്ന ആ ഒരു ഫീലിങ്സിനെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സണോട് ഒരു ഇഷ്ടം തോന്നുന്നത്, ലവ് തോന്നുന്നത്, അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഇപ്പോൾ ഫീൽ ചെയ്യുന്നതെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. നിങ്ങൾ ചിന്തിക്കുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങളുടെ പേഴ്സണും ഇപ്പോൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവർക്കും നിങ്ങളോട് തോന്നുന്നത് റിയൽ ആയിട്ടുള്ള ഒരു സ്നേഹമാണ്. നിങ്ങൾക്ക് ഹീലിംഗ് സംഭവിച്ചതുപോലെ അവർക്കും ഇപ്പോൾ ഹീലിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ഹാർട്ട് ഓപ്പൺ ചെയ്യുന്നതും നിങ്ങളിലേക്കാണ്. നിങ്ങളോടുള്ള ഡീപ്പ് കണക്ഷനും ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് 4 ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് കാണിക്കുന്നത്. ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തൊരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് അവിടെ കാണിക്കുന്നത്. അവർക്ക് ചുറ്റിലും 4 കപ്സ് ഉണ്ട്. 3 കപ്സ് എന്ന് പറയുന്നത് അവരുടെ ഫാമിലി, കരിയർ, അവരുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യവുമായിക്കോട്ടെ. എന്നാൽ മറ്റൊരു കപ്പ് മാറ്റിവെച്ചിട്ടുള്ളത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയാണ്. ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും അവർക്ക് നിങ്ങളെ വളരെയേറെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളും അവരും തമ്മിൽ കാണാനായിട്ടുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി അവർ തന്നെയാണ് മിസ് ചെയ്തിട്ടുള്ളത്. അതിൽ അവർ ദുഃഖിക്കുന്നുണ്ട്. നിങ്ങളെ കാണുവാനും നിങ്ങളോടൊത്തുള്ള ആ ഒരു നിമിഷങ്ങൾ പങ്കിടുവാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. കറന്റ് സിറ്റുവേഷൻ ആണ്, കറന്റ് ഫീലിംഗ് ആണ് കാണിക്കുന്നത്. അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒരു ചെറിയ വീഡിയോ ആണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. ഈ റീഡിംഗ് ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. ഇനി പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എന്നാലേ എനിക്ക് നിങ്ങളുടെ കറക്റ്റ് റീഡിംഗ് പറഞ്ഞു തരാനായിട്ട് സാധിക്കുകയുള്ളൂ. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.